ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോകുന്നത് Realme C11 എന്ന് പറഞ്ഞ പുതിയ ഫോണാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് പ്ലസ് ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ പുറകിൽ നമ്മൾ ക്യാമറ റിവ്യൂ അതുപോലെ തന്നെ ഗെയിമിംഗ് റിവ്യൂ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനലിലായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെ ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പെട്ടിയും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പാക്കിങ്ങിലാണ് നമുക്ക് ഈ ഒരു Realme C11 ലഭിക്കുന്നത്. ഒരു മഞ്ഞ ബോക്സിൽ മുകളിലായിട്ട് നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്നൊക്കെ എഴുതി, താഴെ Realme C11 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പുറകിലായിട്ട് നമുക്ക് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ 7,499 റുപ്പീസാണ്. 7,500 രൂപയ്ക്ക് വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണാണ് Realme C11 എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് തുറന്ന് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പാക്ക് ഒന്ന് തുറക്കാം. അപ്പോൾ നമ്മൾ ബോക്സും ആ ഒരു പുറകിലുള്ള കവറും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിലായിട്ട് നമുക്ക് കുറച്ച് സ്പെക്ക് എഴുതിയിട്ടുണ്ട്. 5000 mAh ബാറ്ററി, 13 MB ഒരു ക്യാമറ, അതുപോലെ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സർ ഹെലിയോ G35 എന്നൊരു ഗെയിമിംഗ് പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 6.5 ഇഞ്ചിൻ്റെ സ്ക്രീനൊക്കെയാണെന്ന് ഇതിൽ പുറകിൽ എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബോക്സ് തുറന്ന് ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാവുന്ന. കുറച്ച് ടൈറ്റാണ് ബോക്സ് തുറക്കാനായിട്ട്. എന്തായാലും നമുക്ക് ബോക്സ് തുറന്നിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു കേസാണ് ലഭിക്കുന്നത്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ബാക്ക് കവറോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് ഒരു പിൻ ഇഞ്ചക്ഷൻ ടൂളും പിന്നെ നമുക്ക് അതിനകത്തുള്ളതെന്ന് പറയുന്നത് കുറച്ച് വാറണ്ടി കാർഡുകളും കുറച്ച് യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് അടുത്തുള്ളത് ഫോണാണ്. ഫോൺ നമുക്ക് പിന്നെടുക്കാം. എന്തായാലും ഫോണോടെ മാറ്റി വയ്ക്കാം. നമുക്ക് ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പിന്നെ നമുക്ക് അതിനകത്ത് ലഭിക്കുന്നത് ഒരു ചാർജറിങ് അഡാപ്റ്ററും പിന്നെ USB കേബിളുമാണ്. നമ്മുടെ ബോക്സ് പോലത്തെ ഇരിക്കുന്ന ഒരു റിയൽമിയിൽ പൊതുവെ വരുന്നൊരു ചാർജിങ് അഡാപ്റ്ററാണ് 5 ആംപിയറിൻ്റെ. അത്യാവശ്യം ചാർജ് കയറുന്ന നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. പിന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് മൈക്രോ USB കേബിളാണ്, ടൈപ്പ് സി കേബിളൊന്നുമല്ല. അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വൈറ്റ് കളറിലുള്ള ഒരു അടിപൊളി മൈക്രോ USB കേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം, അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. കണ്ടോ, അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു ബോക്സിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ചാർജർ, USB കേബിള്, ഫോണും മാത്രമാണ് ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫോണൊന്ന് എടുത്ത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്. നമുക്ക് റിച്ച് ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു കളറിലാണ് നമുക്കൊരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 2 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ മേടിച്ചത് റിച്ച് ഗ്രീൻ എന്നൊരു കളറാണ്. അപ്പോൾ നമുക്കൊരു ഫോണിൻ്റെ ഡിസൈനെ പറ്റിയും ലുക്കിനെ പറ്റിയും സ്പെക്കിനെ പറ്റിയൊക്കെ സംസാരിക്കാം. എന്തായാലും നമുക്ക് ഫോണിന് ആദ്യം ബൂട്ട് ചെയ്തെടുക്കാം. ഫോൺ ബൂട്ട് ചെയ്യുമ്പോൾ Realme എന്ന് പറഞ്ഞൊരു ബ്രാൻഡായിട്ടാണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് 6.5 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഡിസൈൻ ഭയങ്കര വ്യത്യസ്തമായ ഒരു ഡിസൈനാണ്. തികച്ചും Realme സാധാരണ ഇറക്കാറുള്ള ഡിസൈനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഡിസൈനാണ്. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വര പോലെ വന്ന് അതിൽ Realmeയുടെ ബ്രാൻഡിങ് ഒക്കെ എഴുതി തികച്ചും വ്യത്യസ്തമായ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു ഫോണുണ്ട്. സ്മൂത്ത് ബാക്കല്ല വരുന്ന കുറച്ച് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത്. നിങ്ങൾക്ക് പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഒരു ഗ്രിപ്പി ആയിട്ടുള്ള ഒരു ബാക്കാണ് ഉള്ളത്. അതുപോലെ തന്നെ 5000 mAh ഒരു ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ഡിസൈനാണ്. ഒരു സ്ക്വയർ ഷേപ്പിൽ സാധാരണ Realme ഫോണിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഡിസൈനാണ്. 13 MB + 2 MB ഒരു ക്യാമറ വിത്ത് LED ഫ്ലാഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വ്യത്യസ്തമായ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വ്യത്യസ്തമായിട്ടൊരു ഡിസൈനാണ് ക്യാമറയെ കൊണ്ടിരിക്കുന്ന. ഒരു ഐഫോണിൻ്റെ ലുക്കൊക്കെ തരുന്നൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഹെഡ്സെറ്റ് ജാക്കും നോയിസ് ക്യാൻസലേഷനും അതുപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ള പോർട്ടും പിന്നെ നമുക്ക് സ്പീക്കറുമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കുള്ളത് സിം സ്ലോട്ടാണ്. ഹൈബ്രിഡ് സിം സ്ലോട്ടല്ല, നമുക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡും അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിം സ്ലോട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫോൺ ഓപ്പൺ ആക്കി നോക്കാം അകത്ത് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാനായിട്ട്. ഫോൺ ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു ലോഞ്ചറും കാര്യങ്ങളാണ് നമ്മൾ സാധാരണ Realme ഫോണുകൾ വരുന്നത് പോലെ തന്നെയുള്ള ലോഞ്ചറാണ് വരുന്നത്. Android 10 ഇത് വർക്ക് ചെയ്യുന്നത്. 2GB 32GB ആണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള വെർഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്നത്. നല്ലൊരു ബാഗും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോൺ മൊത്തത്തിൽ നല്ലൊരു ഫോണാണ്. 5000 mAh ബാറ്ററിയാണ്. അതുകൊണ്ട് അത്യാവശ്യം ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ഫോണാണ് ഇത്. പിന്നെ ഇതിൻ്റെ ചെറിയൊരു പോരായ്മ എന്ന് പറയുന്നത് താഴെയായിട്ട് ഒരുപാട് ബസ്സിലെസ്, അതായത് ഒരുപാട് ഇച്ചിരി സ്പേസ് കൂടുതൽ എടുത്ത പോലെ തോന്നുന്നുണ്ട് ഏറ്റവും താഴെയായിട്ട്. അത് മാത്രമേ ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയുള്ളൂ ഫസ്റ്റ് ഇംപ്രഷനിൽ. വേറെ ഫോൺ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ട് വേറെ പോരായ്മയോ കാര്യങ്ങളൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതിൻ്റെ ക്യാമറ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, നൈറ്റ് മോഡ്, പോർട്രേറ്റ് മോഡ്, അതുപോലെ തന്നെ സ്ലോ മോഷൻ,
പനോരമ, ടൈം ലാപ്സിങ്, ഇത് ഒരുപാട് ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ പുറകെ ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രൊസസ്സർ എന്ന് പറയുന്നത് ഹീലിയോ G35 ഗെയിമിംഗ് പ്രൊസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗെയിമിംഗ് റിവ്യൂ നമ്മൾ ഇതിൻ്റെ പുറകെ ചെയ്യുന്നതാണ്. അപ്പം മൊത്തത്തിൽ ഫോൺ ഉപയോഗിച്ചിട്ട് വേറെ പോരായ്മയോ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. ഫ്രണ്ട് ക്യാമറ വരുന്നത് 5 MB ഒരു ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അതായത് 7500 രൂപയ്ക്ക് വരുന്ന ഒരു ഫോണിലുണ്ടാകുന്ന അത്യാവശ്യം നല്ല സ്പെക്കും കാര്യങ്ങളൊക്കെ ഒരു ഫോണിലുണ്ട്. ഡിസൈൻ വൈസ് ആണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും സ്പെക്ക് വൈസ് ആണെങ്കിലും 7500 രൂപയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണുകളിൽ ബെസ്റ്റ് ഫോൺ തന്നെയാണിത്. പിന്നെ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ലാന്ന് തോന്നി, നല്ലൊരു ഫോണായിട്ട് തോന്നി. പിന്നെ ഗെയിമിംഗ് റിവ്യൂ, ക്യാമറ റിവ്യൂ നമ്മൾ ഇതിൻ്റെ പുറകെ ഇടുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇത് ഫോൺ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. ഇപ്പോൾ ഇത് അവൈലബിൾ അല്ല, നമുക്ക് സെയിൽ വരുമ്പോൾ മേടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നല്ലൊരു ഫോണാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ബഡ്ജറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫോണാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള റിവ്യൂവിനും കാര്യങ്ങളൊക്കെ കാണാം. ബൈ.